അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി സംഖ്യാപുസ്തകം 11-ാം അധ്യായം 23-ാം വാക്യം നമുക്ക് വായിക്കാം. യഹോവ മോശയോട്, യഹോവയുടെ കൈ കുറുതായിപ്പോയോ, എൻ്റെ വചനം നിവൃത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണുമെന്ന് കൽപ്പിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. അടിമ വീടായ മിസ്രയീമിൽ നിന്നും മോശയുടെ കൈയാൽ ഇസ്രയേൽ മക്കളെ രക്ഷിച്ച് ചെങ്കടൽ പിളർന്ന് ചെങ്കൽപ്പാത ഇസ്രയേൽ ജനത്തിനു വേണ്ടി തുറക്കുകയും ജനത്തെ ക്ഷേമത്തോടെ ദൈവ മരുഭൂമിയിൽ എത്തിക്കുകയും ചെയ്തു. വലിയ പ്രതിസന്ധികൾ അവർ നേരിടേണ്ടി വന്നിരുന്നുവെങ്കിലും ഇന്നേ വരെ ആരും ചെയ്യാത്ത അത്ഭുത പ്രവൃത്തികൾ ചെയ്ത് അന്ന് വരെയുള്ള പ്രതികൂലങ്ങളിൽ നിന്നും ദൈവം ജനത്തെ വിടുവിച്ചു. ഇപ്പോൾ ഇസ്രയേൽ ജനത്തിന് സമാധാനമുണ്ട്, ശക്തിമാന്മാരുടെ ആഹാരമുണ്ട്, വെള്ളമുണ്ട്. രാത്രിയിലെ വെളിച്ചത്തിന് അഗ്നിസ്തംഭവും പകൽ വെയിൽ കൊള്ളാതിരിക്കുവാൻ മേഘസ്തംഭവും അവർക്കുണ്ട്. ശത്രുഭയമില്ല, കഠിന വേലയില്ല, യുദ്ധമില്ല, അവരെ ദ്രോഹിക്കുവാൻ ഒരു വ്യക്തിയുമില്ല. ലഭിക്കുന്ന മന്ന പിറക്കിത്തുന്ന് സമാധാനത്തോടെ ദൈവത്തെ സ്തുതിച്ചാൽ മാത്രം മതിയായിരുന്നു. ഇത്രയ്ക്കും സ്വർഗതുല്യമായ ജീവിതം അലലില്ലാതെ അനുഭവിക്കുന്ന ജനം പറയുകയാണ്, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും? ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു, ഈ മന്നയല്ലാതെ ഒന്നും കാണുവാനില്ല എന്ന് പറഞ്ഞു. മന്നയോ കൊത്താമ്പലരി പോലെയും അതിൻ്റെ നിറം ഗുൽഗുലുവിൻ്റേതുപോലെയും ആയിരുന്നു. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇപ്പോൾ കേട്ടത്. ഇസ്രയേൽ മക്കളുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ യഹോവയുടെ കോപം ജ്വലിച്ചു. മോശയ്ക്കും ജനത്തിൻ്റെ പിറുപിറുപ്പ് അനിഷ്ടമായി തീർന്നു. യഹോവ മോശയോട് സംഖ്യാപുസ്തകം 11-ാം അധ്യായം 18-ാം വാക്യത്തിൽ കൂടി പറയുകയാണ്, ജനത്തോട് നീ പറയണം, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, എന്നാൽ നിങ്ങൾ ഇറച്ചി തിന്നും. ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും? മിസ്രയീമിൽ ഞങ്ങൾക്ക് നന്നായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞ് യഹോവ കേൾക്കെ കരഞ്ഞുവല്ലോ. ആകയാൽ യഹോവ നിങ്ങൾക്ക് ഇറച്ചി തരികയും നിങ്ങൾ തിന്നുകയും ചെയ്യും. 1 ദിവസമല്ല, 2 ദിവസമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, 20 ദിവസവുമല്ല, ഒരു മാസം മുഴുവനും തന്നെ. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇപ്പോൾ കേട്ടത്. യഹോവ മോശയോട് പറഞ്ഞ ഈ വാക്കുകൾ കേട്ടപ്പോൾ മോശ യഹോവയോട് ചോദിക്കുകയാണ്, എന്നോട് കൂടെയുള്ള ജനം 6 ലക്ഷം കാലാളുണ്ട്. ഒരു മാസം മുഴുവൻ തിന്മാൻ ഞാൻ അവർക്ക് ഇറച്ചി കൊടുക്കുമെന്ന് നീ അരുളി ചെയ്യുന്നു. അവർക്ക് മതിയാകും വണ്ണം ആടുകളെയും മാടുകളെയും അവർക്ക് വേണ്ടി അറുക്കുമോ? അവർക്ക് മതിയാകും വണ്ണം സമുദ്രത്തിലെ മത്സ്യങ്ങളെയൊക്കെയും അവർക്ക് വേണ്ടി പിടിച്ചു കൂട്ടുമോ എന്ന് ചോദിച്ചു. ഈ ചോദ്യത്തിന് കർത്താവ് കൊടുക്കുന്ന ഉത്തരമാണ് സംഖ്യാപുസ്തകം 11-ാം അധ്യായം 23-ാം വാക്യത്തിൽ കൂടി മുൻപ് നാം കേട്ടത്. യഹോവയുടെ കൈ കുറുതായിപ്പോയോ, എൻ്റെ വചനം നിവൃത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണും. എൻ്റെ കൈ കുറുതായിപ്പോയോ എന്ന വാക്കുകൊണ്ട് കർത്താവ് ഉദ്ദേശിച്ചത് എന്തെല്ലാം എന്ന് നമുക്ക് പരിശോധിക്കാം. 430 സംവത്സരം ഇസ്രയേൽ മക്കൾ മിസ്രയീമിലായിരുന്നു. ഒരു വ്യക്തിയോ ഒരു രാഷ്ട്രമോ അവരുടെ രക്ഷയ്ക്കായി പ്രവർത്തിച്ചിരുന്നില്ല. പ്രവർത്തിച്ചാലും സാധിക്കുകയില്ല. കാരണം ആ കാലഘട്ടത്തിലെ ശക്തമായ ഒരു രാഷ്ട്രമാണ് മിസ്രയീം. ഇസ്രയേൽ മക്കൾ അവിടെ അടിമകളായിരുന്നു. അടികൊണ്ട് അവരുടെ ജീവൻ കൈപ്പാക്കിയിരുന്നു. മോശയെ അവരുടെ ഇടയിലേക്ക് കർത്താവ് അയക്കുമ്പോൾ അവർ പറയുന്നത്, നീ ഞങ്ങളെ ഫറവോൻ്റെ മുമ്പിൽ നാറ്റിച്ചു എന്നാണ്. 9 പ്രാവശ്യവും സകലവിധ ബാധയും സഹിച്ച ഫറവോൻ ജനത്തെ വിട്ടയച്ചില്ല. 10-ാം പ്രാവശ്യം അതികഠിനമായ ബാധ അയച്ചു. കുണ്ടറയിൽ മാവ് കുഴയ്ക്കുന്നവൻ്റെ ആദ്യജാതൻ തുടങ്ങി രാജാവിൻ്റെ ആദ്യജാതൻ വരെയുള്ള മിസ്രയീമിലെ മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ആദ്യജാതന്മാരെ കർത്താവ് കൊന്നുകളഞ്ഞു. മിസ്രയീമിയുടെ ആദ്യജാതന്മാർ മരിച്ച് വീഴുമ്പോൾ ഇസ്രയേലിൻ്റെ ആദ്യജാതന്മാരെ ആട്ടിൻകുട്ടിയുടെ രക്തം രക്ഷിച്ചു. ജനത്തെ മിസ്രയീമർ അവിടെ നിന്ന് ഓടിച്ചു. ചെങ്കടൽ ഭാഗിച്ച് ജനത്തെ അക്കരെ എത്തിച്ചു. മാറയിലെ വെള്ളം മധുരമാക്കി പാറയെ പിളർന്നവർക്ക് വെള്ളം കൊടുത്തു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും അവർക്ക് വഴി കാണിക്കുവാനും തണലിനുമായി യഹോവ നിയമിച്ചു. ആകാശത്തു നിന്ന് അവർക്ക് സ്വർഗീയ ധാന്യം കൊടുത്തു. ഇപ്രകാരം ജനത്തെ സഹായിച്ച കൈ
ജനത്തിന് മാംസം കൊടുക്കുവാൻ കഴിയാതെ വണ്ണം ചെറുതായിപ്പോയോ എന്നാണ് യഹോവ ചോദിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നാം എപ്പോഴും ഓർക്കേണ്ടതായ ഒരു വാക്ക് സ്നാപക യോഹന്നാൻ പറഞ്ഞത് ഇപ്രകാരമാണ്: അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ച അബ്രഹാമിനെ ഉയർപ്പിച്ച് 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാക്കി നിർത്തി അവൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു പാറക്കഷ്ണത്തിൽ നിന്നും ഒരു മകനെ ഉണ്ടാക്കി കൊടുക്കുവാൻ ദൈവത്തിന് കഴിയും എന്നാണ് അതിനർത്ഥം. ഇല്ലായ്മയിൽ നിന്നുമുള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവനാണവൻ. നാം അവൻ്റെ കഴിവുകളെ കുറഞ്ഞു കാണരുത്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നതല്ല എന്ന് പറയുമ്പോൾ അവിശ്വസിച്ചാൽ അവൻ നമ്മിൽ പ്രസാദിക്കുകയില്ല എന്നല്ലേ അർത്ഥം. നമ്മുടെ ആവശ്യങ്ങൾ നാം പിറുപിറുപ്പില്ലാതെ സ്തോത്രത്തോടെ അവനെ അറിയിച്ചാൽ അവൻ്റെ സമയത്ത് അവൻ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഇന്നുവരെയും കർത്താവ് പ്രവർത്തിച്ചിട്ടുണ്ട്, ഇനിയും പ്രവർത്തിക്കുവാൻ അവൻ ശക്തൻ തന്നെയാണ്. ഒരു കാര്യം മാത്രം നമ്മുടെ വശത്തു നിന്നും ദൈവം ആവശ്യപ്പെടുന്നു: നാം അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണം എന്നതാണത്. നാം അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ പിതൃപുത്ര പരിശുദ്ധാത്മാവ് വന്ന് വാസം ചെയ്യും. യേശു നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. ആകയാൽ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നമുക്ക് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാം. കഴിഞ്ഞ നാളുകളിൽ വലിയ അത്ഭുതങ്ങൾ നമ്മിൽ പ്രവർത്തിച്ചിട്ടുള്ള കർത്താവിനെ നമുക്ക് വിശ്വസിക്കാം. അവൻ നമ്മോട് കരുണ കാണിക്കുവോളം നമുക്ക് അവനായി കാത്തിരിക്കാം. അവനിൽ തന്നെ നമുക്ക് ആശ്രയിക്കാം. അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് നമുക്ക് നിത്യജീവൻ അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ ആയിരിക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം കൊടുക്കണമേ. പ്രശ്നങ്ങളാൽ പ്രയാസപ്പെടുന്ന ഏതെങ്കിലും വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങ് അവർക്ക് പ്രശ്ന പരിഹാരകനായി അവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കണമേ എന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ച് ജ്യോതിഷികളെപ്പോലെ ഈ ഭൂമിയിൽ തിളങ്ങുവാനും നിത്യജീവൻ അവകാശികളായി തീരുവാനും മടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.